എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ മൂന്നാമത്തേത് തകർന്നു കിടക്കുന്ന ദയനീയ സ്ഥിതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഒരിക്കലും പണിയും മെയിൻ്റനൻസും തീരാത്ത റോഡുകൾ. കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് 6 മാസക്കാലം ഒരു താറ് ചെയ്താൽ നിൽക്കുകയില്ല. 6 മാസം കഴിയുമ്പോൾ വീണ്ടും സാറുമാർ വരിക, വീണ്ടും ചെയ്യാൻ. അതുപോലെ കാലഹരണപ്പെട്ട രീതിയിലുള്ള പാലം, കലുങ്ക്, റോഡ് നിർമ്മാണം. ഞാൻ ഈ ദിവസങ്ങളിൽ പല സ്ഥലത്തും കാണുക, തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രീകാസ്റ്റ് ചെയ്ത ഈ കലുങ്കുകൾ അത് നേരത്തെ ഇങ്ങ് കൊണ്ടിരുന്നു. ഒരിടത്ത് കലുങ്ക് പണിയണമെങ്കിൽ ഹിറ്റാച്ചിയും ആ പാറയുള്ളിടത്താണ് ബ്രേക്കറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇങ്ങ് വന്നിട്ട് ഒരു 1-2 ട്രാഫിക് പോലീസുകാരോടെ വന്നിട്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറിയിട്ട് ആ സൈഡിൽ കറക്റ്റ് അങ്ങ് കുഴിയെടുക്കുന്നു. കുഴിയെടുത്തിട്ട് ഈ പ്രീകാസ്റ്റ് ചെയ്ത സാധനം അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് അപ്പുറം ഇപ്പുറം മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ആ പണി തീർന്നു. ഉടനെ തന്നെ അതിൻ്റെ മണ്ടേ കൂടെ വണ്ടി വിട്ടിട്ട് നേരെ അങ്ങേവശം മാന്തി. ശരിക്കും ഒരാഴ്ച കൊണ്ട് ഈ പരിപാടി അങ്ങ് തീരും. കേരളത്തിൽ ഇത് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഇവിടുത്തെ വലിയ റെയിൽവേ പാലങ്ങളൊക്കെ പ്രീകാസ്റ്റ് ചെയ്ത സ്ലാബുകൾ കൊണ്ടത് കയറ്റി വെക്കുക. ഇതെന്നാ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കലുങ്കിനൊക്കെ കണ്ടമാനം തുക കൂട്ടി ബില്ല് എഴുതാൻ പറ്റുകയില്ല. മണ്ണ് മാന്തിയതിനൊരു തുക, മണ്ണ് കൊണ്ടുപോയതിനൊരു തുക, മട്ടി പൊട്ടിച്ചതിനൊരു തുക, മട്ടി വണ്ടിയെ കൊണ്ടുപോയതിനൊരു തുക, അടി പാറ ഉണ്ടായിരുന്നതിനൊരു തുക, അത് പൊട്ടിച്ചതിനൊരു തുക, അത് കയറ്റിക്കൊണ്ട കളഞ്ഞതിനൊരു തുക, പിന്നെ പുതിയ കലുങ്ക് പ്ലാനും പ്രകാരം ഉള്ളതിന് വില കുറവായിരുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ വണ്ണം കൂട്ടി വാർത്തതിനൊരു തുക, മോളി സ്ലാബ് കനം കൂട്ടിയതിന്, കമ്പി കൂട്ടിയതിന്, ഇത് കൂട്ട് വെട്ടിപ്പും തട്ടിപ്പും ചെയ്യാൻ പറ്റുകയില്ലാത്തത് കൊണ്ടാണ് ഇവന്മാർ പുതിയ ടെക്നോളജി ഉപയോഗിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ശാസ്ത്രീയമായ ഓടകളുടെ അഴുക്ക് ചാലുകളുടെ അഭാവം. ഞാൻ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരോടും ചോദിക്കട്ടെ, സാധാരണ നമ്മൾ വീട്ടിലൊരു ഓട ഉണ്ടാക്കിയാൽ ഒരു ശകലം ചെരുവ് അങ്ങോട്ട് കൊടുക്കും. എന്തിനാ? ആ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പാൻ. സർക്കാരിൻ്റെ ഓട നോക്കിക്കോ, അങ്ങോട്ട് ചെരിവിട്ടാൽ വെള്ളം ഇങ്ങോട്ടേ വരുള്ളൂ. ഇതെന്നാ കാര്യം? പണ്ട് ഒരു മേസ്തിരി വീടിൻ്റെ തറ അങ്ങോട്ടിട്ടു. തറ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് സ്ലോപ്പൊക്കെ ഇട്ടതാ, സ്ലോപ്പ് വടക്കോട്ടിട്ടു, വെള്ളം തെക്കോട്ടൊഴുകി. അപ്പം വീട്ടുകാരൻ ചോദിച്ചു, ഇതെന്നാടോ ഈ ഇങ്ങനെ വടക്കോട്ട് സ്ലോപ്പ് ഇട്ടിട്ട് തെക്കോട്ട് വെള്ളം ഒഴുകുന്നത്? അന്നേരം അയാൾക്ക് പറയാൻ ഒരു ന്യായമില്ലാണ്ട് അയാൾ ലാസ്റ്റ് ചോദിച്ചു, ഏത് സിമെൻറ്റാണ് ഉപയോഗിച്ചത്? അപ്പം വീട്ടുകാരൻ പറഞ്ഞു, ശങ്കർ സിമെൻറ്റാണ് ഉപയോഗിച്ചത്. അതാ കുഴപ്പം, ശങ്കർ സിമെൻറ്റിന് സ്ലോപ്പില്ല. ഇതുപോലെയാണ് നമ്മുടെ സാറുമാരുടെ ഇടപാട്. ഈ വെള്ളം ഓടയ്ക്കകത്തൂടെ എങ്ങോട്ടാണ് ഇത് ഒഴുകി പോകേണ്ടതെന്ന് ഇവന്മാർക്ക് അറിയത്തേയില്ല. എന്തിനാണ് ഓട ഉണ്ടാക്കുന്നത് പോലും ഇവർക്ക് അറിയത്തില്ല. അവരുദ്ദേശിക്കുന്നത് റോഡിൻ്റെ സൈഡിൽ നല്ല കോൺക്രീറ്റിൻ്റെ അളവ് കിട്ടുന്ന രീതിയിൽ മണ്ണ് മാന്തുമ്പോൾ കാശ് കിട്ടണം, ഇത് വാർക്കുമ്പോൾ കാശ് കിട്ടണം, അങ്ങനെ ഞങ്ങൾക്ക് വീതം കിട്ടാനും കോൺട്രാക്ടർക്ക് വെട്ടിപ്പ് നടത്താനുമുള്ള ഒരു ട്രഞ്ച്. അല്ലാതെ ഇത് വെള്ളം ഒഴുകി പോകണമെന്നൊന്നും ഇവന്മാർക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞ ഇവന്മാരെ എല്ലാം പിടിച്ച് നിർത്തിയിട്ട് നല്ല ചൂരമണിക്ക് ആ പാൻറ് ഇങ്ങോട്ട് താത്ത് വെച്ചിട്ട് ചട്ടിയും കൂടി ഊരി വെച്ചിട്ട് നല്ല പൊടാന്നൊരു 4 എണ്ണം കൊടുത്തിട്ട് ഇവന്മാരെ കൊണ്ട് പണിയിപ്പിക്കണം. ഇവരൊക്കെ എവിടുത്തെ ഏത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇവന്മാർക്ക് ഇത് എന്നത്തിനാണ് ഉണ്ടാക്കുന്ന നോക്കി അറിയാൻ മേലേ. അതുപോലെ ഏകോപനമില്ലാത്ത വിവിധ വകുപ്പുകൾ, നിർമ്മാണങ്ങൾ. രാവിലെ ഉണ്ടാക്കും, വൈകിട്ട് കുത്തിപ്പൊളിക്കും, പിറ്റേ ദിവസം വീണ്ടും ഉണ്ടാക്കും, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കുത്തിപ്പൊളിക്കും. ചോദിക്കാനും പറയാനും വല്ലവരും ഉണ്ടോ ഇവിടെ? അതുപോലെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാത്ത നിർമ്മാണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, കലുങ്ക് തോണ്ടി വെക്കുന്നു, വരുന്നോ വരും, പോകുന്നോ പോകും, വീണില്ല ഇങ്ങനത്തെ സംവിധാനങ്ങൾ. അതുപോലെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു വലിയ സൂക്കേടുണ്ട്. വ്യക്തികളെയും, ആക്കമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മതസംഘടനകളെയും സംരക്ഷിക്കാൻ വളഞ്ഞു പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന് പാലാ ബൈപ്പാസ് കിഴതരൂർ പള്ളിയുടെ അവിടുന്ന് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു വളവ് ചെന്നിട്ട് സിവിൽ സ്റ്റേഷൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു വെട്ടിയിൽ, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കയറ്റം, പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് അവസാനം ഇങ്ങനെ അരിവാള് പോലെ ഒരു തിരിവ്. എന്നെ ഔഗ്രൻ ടെക്നോളജി. ഈ നാറികളെയൊക്കെ ഉണ്ടല്ലോ, അവനെയൊക്കെ അപ്പത്തലിന് അടിക്കേണ്ടവന്മാരാ. ഇനി ഈ അടുത്ത ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ പറയാം. മോൻസ് മന്ത്രിയുടെ മണ്ഡലത്തിലുള്ളതാണ് കടുത്തുരുത്തി ബൈപ്പാസ്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ താഴെ ചെല്ലുമ്പോണ്ടല്ലോ, ഇതിങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഒരു ഓഞ്ഞ വളവാണ്. എത്ര വണ്ടി മറിഞ്ഞു പോകുന്ന ദൈവത്തിനറിയാം. കാരണം എന്നാണെന്നറിയോ? അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ സ്ഥലമുണ്ട്. അപ്പോൾ പള്ളിക്കാരെ ഉപദ്രവിച്ചെടുത്തല്ലോ, അവിടെ ഇച്ചിരി ഓട്ടമുള്ളതല്ലേ. എന്നാൽ ഈ മോൻസ് മന്ത്രിക്ക് അറിയാൻ മേലേ പള്ളിക്കാർക്ക് വിവരമുള്ളവരാ.
അച്ഛന്മാർക്കും പള്ളി വരുന്ന ആളുകൾക്കും ക്രിസ്ത്യാനികൾക്കും ന്യായമായ വിദ്യാഭ്യാസം ഉള്ളവരാ. അവരോട് പറയുക, ഈ വളം ഇങ്ങനെ വട്ടത്തിൽ തൊലിച്ചു വെച്ചാൽ ഇത് വണ്ടികളൊക്കെ വന്ന് തെറിച്ച് പോകുമ്പോൾ അത് നിങ്ങൾക്കും നമ്മുടെ ആളുകൾക്കും ഏറ്റവും വലിയ ദൂഷ്യമുണ്ടായി. രാത്രിയിൽ ഈ വണ്ടി മറിയുമ്പോൾ ചവമല്ല എടുക്കാൻ നിങ്ങൾ തന്നെ നടക്കേണ്ടി വരും. ഇവരെ ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾ തന്നെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് നമുക്ക് നേരെ അങ്ങ് വിട്ടാൽ മതിയല്ലോ. അത് എടുക്കുന്ന സ്ഥലത്തിൻ്റെ പൈസയും തരാം. അതിനപ്പുറത്ത് നമുക്ക് പല പല ഗുണങ്ങളുണ്ടെന്ന് പറയുമ്പം അച്ഛന്മാർക്ക് മനസ്സിലാകും. അപ്പുറത്ത് റോഡ് നടുക്കൂടെ പോയാൽ അപ്പുറത്ത് കെട്ടിടം പണിയാം, ഇപ്പുറത്ത് കെട്ടിടം പണിയാം, എല്ലാം വാടകയ്ക്ക് കൊടുക്കാം, കാശുണ്ടാക്കാം, അവർക്കറിയാം. പക്ഷേ രാഷ്ട്രീയക്കാരൻ ചെയ്യാല. ഈ അലവലാദികൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല. ഇതുകൊണ്ടുള്ള ദൂഷ്യം ആർക്കാ? ഈ നാട്ടുകാർക്ക്. ഇനി ആ ബൈപ്പാസിൽ എന്തുമാത്രം ജീവൻ പൊലിയുമെന്നറിയാമോ? കുറേ കാലം കൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി ആരാന്നറിയാവോ? അത് പണിയിപ്പിച്ച മോൻസ് മന്ത്രി മോൻസ് ജോസഫിന് അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട്. ഇനി ചെക്ക് ഡാം എന്തിനാ പണിയുന്നെന്ന് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല. അവർക്കാകെ അറിയാവുന്നത് ഒരു ചെക്ക് ഡാം പണിത് കഴിഞ്ഞാൽ നല്ല ഹെവി ക്വാണ്ടിറ്റിയിലുള്ള അളവുകൾ എടുക്കാം, നല്ല വണ്ണത്തിൽ കോൺക്രീറ്റ് ഇടാം, അളവെടുക്കാം. അത് അതിനകത്ത് സിമെൻ്റ് ഒന്നും വേണമെന്നില്ല. ഈ എണ്ണതേലും ഒരു ശകലം വാരി കൂട്ടിയിട്ടിട്ട് നല്ല 1ാം ക്ലാസ് ബില്ല് എഴുതാം. 100 m³ പണിതിട്ടുണ്ടെങ്കിൽ 300 m³ എന്ന് എഴുതാം. വെള്ളം കിടക്കുന്ന ചെക്ക് ഡാമുകൾ വേനൽക്കാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഥവാ വെള്ളം കിടക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും സാമൂഹിക വിരുദ്ധർ അത് അഴിച്ചും വിടും. ഇത് കൂടെയുള്ള നിർമ്മാണങ്ങൾ. അടുത്തത്, ഒരു പ്രയോജനവുമില്ലാത്ത പകൽ വീടുകൾ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധ താവളങ്ങൾ. കേരളത്തിൽ എന്തുമാത്രം സ്ഥലത്ത് പകൽ വീടുകളെന്നും പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ? രാത്രി കാലങ്ങളിൽ മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം നടക്കുന്ന സ്ഥലം അവിടെ. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന വിഷയം എന്താണെന്നറിയോ? അടുത്ത 100 വർഷത്തേക്ക് എന്ത് സംഭവിക്കൂ എന്ന് ചിന്തിച്ച് വിലയിരുത്താനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവന്മാരൊന്നും അല്ല ഇരുന്ന് ഇത് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കുന്നത് എന്നാ ചെയ്താൽ 10 കാശുണ്ടാക്കാം. വികസനം എന്ന് പറഞ്ഞാൽ കെട്ടിടമാണ്. കെട്ടിടം പണിയുവാണെന്നുണ്ടെങ്കിൽ 10 ചില്ലറ മേടിക്കാം. ഇതാണ് കേരളത്തിലെ വികസനം. ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുക. ഈ വികസിത രാജ്യങ്ങളിലെ പോലെയുള്ള നിർമ്മാണ ഗുണനിലവാര പരിശോധനകളില്ലായ്മ, ഗ്യാരണ്ടി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ സ്നേഹിതന്മാരൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട്. അവർ പറയാം, റോഡ് പണി കഴിഞ്ഞ കോൺട്രാക്ടറും പരിവാരങ്ങളും എല്ലാം പോകും. പണി തീർന്ന് കഴിയുമ്പോൾ പണിയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നും അവിടെ പോയി നോക്കി നിൽക്കുകയൊന്നുമില്ല. പണി തീർന്നങ്ങ് പോയി കഴിയുമ്പോൾ അവരുടെ ഒരു മെഷീൻ ഇങ്ങോട്ട് വരും. അത് പുട്ടുകുറ്റി പോലെ ഇങ്ങനെ കറക്കി അങ്ങോട്ട് കിഴിക്കും. കിഴിച്ച് ആ സാമ്പിൾ ഇങ്ങോട്ട് പൊക്കിയെടുക്കും. അവത്തൽ കനം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അത് ലാബിലോട്ട് കൊടുക്കും. ലാബ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കൊടുക്കും. അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കറക്റ്റാണ്, എല്ലാം റെഡി ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പൈസ ചെല്ലും. ആരാണ് വന്ന് പരിശോധിച്ചതെന്നോ എത്ര പരിശോധനകളാണ് നടത്തിയെന്നൊന്നും ആർക്കും അറിയത്തില്ല. അവിടെ ചെയ്യുന്നതും കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇത് ഈ സാധനം വെച്ച് പരിശോധിച്ചാലുണ്ടല്ലോ സകല പരിപാടിയും പൊളിച്ച് കളയേണ്ടി വരും. അതുകൂട്ട് കൊള്ളുകേലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നെ വേറൊരു ശല്യം, ഈ യാത്രകൾ ദുസ്സഹമാക്കുന്ന പാച്ച് വർക്കുകൾ. ഇപ്പോൾ ഈയിടെ കണ്ട് ചാണകം പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് ഉരുട്ടി അങ്ങോട്ട് വെക്കും. മിഷനും വരികയില്ല. കാറുകാരൻ ഇങ്ങനെ പോയി അവസാനം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എഴുന്നേക്കാൻ മേല ഓരോ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന PWD ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടല്ലോ, ഇവന്മാരെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടിയെ കൂടെ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ കുറേ ദൂരം അങ്ങോട്ട് കൊണ്ടുവരണം. എന്നാലും ഇവന്മാർക്ക് എൻ്റെ തൂക്കേട് മനസ്സിലാവുള്ളൂ. ഇതിനൊക്കെ എന്നാ പരിഹാരം? ഒറ്റ ഒരു കാര്യമുള്ളൂ, അല്ലെങ്കിൽ പല കാര്യങ്ങളായിട്ട് ചേർത്ത് പറയും. ഇതിനൊക്കെ എന്താ പരിഹാരങ്ങൾ? കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും ഏത് സ്ഥലത്തേക്കും 3 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്ന, 3 മണിക്കൂറിൽ താഴെയുള്ള സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന കര, റെയിൽ, നാവിക, വ്യോമ വാഹന സംവിധാനങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ. റോഡിൽ കയറി കഴിഞ്ഞാൽ നല്ല സുഗമമായി എത്തണം. കേരളത്തിലെ ഏത് സ്ഥലത്തും ഒരു 3 മണിക്കൂർ താഴെ സമയം കൊണ്ട് ചെല്ലണം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു 8 ലൈൻ ഉണ്ടാവണം ഹൈവേ. ഇനി ആ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിൻ്റെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ വടക്ക് മുതൽ തെക്ക് വരെ ഇങ്ങനെ 8 ലൈൻ ഒരു കിടിലൻ റോഡ് കിടക്കുന്നു. എന്നിട്ട് ഔത്തലോട്ട് എല്ലാ ജില്ലകളിലും ഇങ്ങനെ ടീ പോലെ വന്നു കയറുന്ന റോഡുകൾ ഡീസൻ്റായിട്ട് ചെയ്യണം. നല്ല 1ാം ക്ലാസ് ഹൈവേകൾ. അത് നല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിയണം. ഒരു 30 വർഷം മുതൽ 50 വർഷം വരെ 60 വർഷം വരെയൊക്കെ ഗ്യാരണ്ടിയുള്ള റോഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത് വിദേശങ്ങളിലൊക്കെ. അതുപോലെയുള്ള റോഡുകൾ ഉണ്ടാക്കണം. കൃത്യമായ ദേശീയ അന്തർദേശീയ മാനദണ്ഡങ്ങൾ വെച്ച് വേണം നിർമ്മാണങ്ങൾ നടത്താൻ. ഇതിപ്പോൾ കേരളത്തിൽ റോഡ് പണിയുന്നത് എങ്ങനെ അറിയോ? ഈ ചില പുരുഷന്മാർ ഇടയ്ക്ക് മീശയുടെ നീളം ഇച്ചിരി കൂട്ടും, ചിലപ്പോൾ ഇച്ചിരി കുറയ്ക്കും, ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇച്ചിരി വെക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൽ റോഡ് പണിയുന്നത്. ഒന്നാമത് വളഞ്ഞ് കിടക്കുന്ന റോഡാണ്. അതിൻ്റെ സൈഡിലൊരു 5 അടി നീട്ടി വെക്കും, ഇങ്ങനെ സൈഡിലൊരു 5 അടി നീട്ടി വെക്കും. ഇവന്മാർ PWD അങ്ങോട്ട് നീട്ടി താർ ചെയ്തിട്ട് പോകും. പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി വന്ന് അതങ്ങ് പൊളിക്കും. അതിൻ്റെ പിറ്റേ ദിവസം അത് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടി അങ്ങ് നീട്ടി വെക്കും. ഇങ്ങനെ അല്ലാതെ കൃത്യമായ
കാര്യങ്ങൾ മുന്നോട്ട് കണ്ട് തന്നെ ചെയ്യണം. ഈ റോഡുകൾ പരമാവധി പഴയ റോഡുകൾ നന്നാക്കുകയല്ല ചെയ്യേണ്ടത്. പഴയ റോഡുകൾ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നന്നാക്കാൻ പറ്റിയല്ല. അത് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കുറച്ച് ദൂരോട്ട് മാറിയിട്ട് പരമാവധി ചിലവ് കുറവുള്ള വിജനമായ സ്ഥലങ്ങളിൽ കൂടെ ഒരൊറ്റ പുതിയ റോഡ് അങ്ങോട്ട് വെട്ടണം. അങ്ങനെ റോഡ് വെട്ടി അങ്ങ് റെഡിയാക്കുമ്പോൾ ഈ പഴയ റോഡ് അവിടെ കിടന്നോളും. പുതിയ റോഡിൻ്റെ സൈഡിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ വരും. എന്നിട്ട് ഈ വെട്ടുന്ന റോഡുകൾക്കും ഒക്കെ ഇത് കൃത്യമായിട്ട് പരിപാലിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലോ താലൂക്ക് അടിസ്ഥാനത്തിലോ വിശ്വാസ്യതയുള്ള ഏജൻസികളെ, അത് സ്വകാര്യ ഏജൻസികളെ ദീർഘകാലത്തേക്ക് ഏൽപ്പിക്കണം. ഈ കേരളത്തിൽ എല്ലാം ഗവൺമെൻറ് നടത്തണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയമാർക്കും വെട്ടാനാണ്. അത് വേണ്ട, സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം കൃത്യമായ വ്യവസ്ഥകൾ പറഞ്ഞിട്ട്. അതുപോലെ അതിവേഗ റെയിൽ പദ്ധതികൾ നടപ്പാക്കണം. കായലുകളും നദികളും പുഴകളും എല്ലാം ചേർത്തിണക്കി ജലത്തിലൂടെ ചരക്ക് യാത്ര ബോട്ട് സർവീസുകൾ നടപ്പാക്കിയാൽ, അത് സ്വകാര്യ ഏജൻസികൾ നടത്തുകയും ചെയ്താൽ അത് നമുക്ക് ഭയങ്കര ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം വേണ്ടത് അത്യാധുനിക നിർമ്മാണ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം. ഇനി ഞാനൊരു നടന്ന സംഭവം കൂടെ പറയാം. EKK എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയർമാർ ലെവൽസ് എടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നമ്മുടെ PWD സാറന്മാരോട് പറഞ്ഞു, സാറേ ഇതൊന്ന് സർട്ടിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു. സാർമാർക്ക് അറിയത്തില്ല, കാരണം സാറുമാർ ഈ ഇത് കൂട്ട് ഉപകരണം കണ്ടിട്ടില്ല. സാറുമാർ ഉപയോഗിക്കുന്ന മെഷീനറി അമ്മൻ കാലത്തെ സാധനമാണ്. ഇന്ത്യയിലെ റോഡ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരേ ഒരു കോളേജ് കർണാടകത്തിലാണ് ഉള്ളത്. സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനമാണ്. അവിടെ നടത്തുന്ന കോഴ്സ് അതിൻ്റെ ഒരു PG ആണ്. അവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദഗ്ധന്മാരെ, ഇപ്പോൾ ഇറങ്ങുന്നതല്ല, നേരത്തെ പഠിച്ചിറങ്ങിയ വിദഗ്ധന്മാരെ വിളിച്ച് അവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ച് വേണം റോഡ് നിർമ്മിക്കാൻ. കേരളത്തിലെ PWD എഞ്ചിനീയർമാർക്ക് നിർമ്മാണത്തെക്കുറിച്ച് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റോഡിലെ കുഴികളും വെള്ളക്കെട്ടുകളും അപകടങ്ങളും. അതുകൊണ്ട് ഈ മേഖല പരിഹരിച്ചേ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.